കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈലം ഈസ് ഹിയർ, സോ നോ ഫിയർ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ചേരുംപടി ചേർക്കുക എന്നുള്ള ഈ ഒരു ചോദ്യം പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, സീരിയൽസ്, ട്യൂബേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രോത്തിന്, ഡെവലപ്മെന്റിനൊക്കെ ഏതൊക്കെ സാധനങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സാധനം തന്നെ എടുത്ത് നോക്കാം അല്ലെ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുന്നത് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും? നമ്മൾക്ക് രോഗങ്ങൾ വരുന്നത് തടയാൻ സഹായിക്കും അല്ലെ. ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് രോഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഇനി നോക്കിക്കേ, പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, ഇതെന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഈ ചോദ്യം. അപ്പം നിങ്ങൾ നോക്കിക്കേ, പൾസസ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, എഗ് ഉണ്ട്. ഇതിലൊക്കെ എന്തുണ്ട്? കൂടുതലായിട്ടും പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മസിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിലൊക്കെ ഇത്തരം സാധനങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് എന്നൊക്കെ ഉള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഗ്രോത്ത് അല്ലെ, നമ്മുടെ ഹെൽത്ത് ഗ്രോത്തിന് ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, സീരിയൽസും ട്യൂബേഴ്സും അല്ലെ. സീരിയൽസും ട്യൂബേഴ്സും നമ്മൾ എപ്പോഴാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തിനാണ് ഹെൽപ്പിംഗ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. നമുക്ക് ആവശ്യമുള്ള വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് നൽകുന്നത് ആരാണ്? ഈ പറയുന്ന സീരിയൽസും ട്യൂബേഴ്സുമാണ്. നോക്കിക്കേ, നിങ്ങൾ ഇപ്പൊ പയറുവർഗ്ഗങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലെ നിങ്ങൾ പറയണം ശരീര വളർച്ചയെ സഹായിക്കുന്നു. നോക്കിക്കേ, ധാന്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, കിഴങ്ങുകളൊക്കെ എന്താണ്? ഈ പറയുന്ന ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ചോറ് കഴിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നത്, ഇതൊക്കെ കഴിക്കുന്നത് എന്തിനാണ്? ധാന്യങ്ങൾ അല്ലെ, ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. ക്ലിയർ ആയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ? യെസ്, നല്ലൊരു ചോദ്യമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4ാം ക്ലാസ്സിലേക്കാണ് അടുത്ത വർഷം കടക്കാൻ വേണ്ടി പോകുന്നത്. 4ാം ക്ലാസ്സിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമുക്ക് ആനുവൽ എക്സാം ഇങ്ങനത്തെ എക്സാമുകളോടൊപ്പം തന്നെ ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമോടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, LSS എക്സാം, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ എല്ലാവർക്കും വളരെയധികം അല്ലെ ഇഷ്ടമുള്ള ഒരു എക്സാം ആയിരിക്കും. മാത്രമല്ല അല്ലെ, നിങ്ങളുടെ സ്കൂൾസിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പൊ അതിനോടൊപ്പം തന്നെ അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനോടൊപ്പം തന്നെ സൈലത്തിലെ ടീച്ചേഴ്സും നിങ്ങൾ എന്ത് ചെയ്യും, ഇത്തരം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിലെ പ്രാണ ബാച്ച് അല്ലെ. പ്രാണ ബാച്ചിലേക്ക് നമ്മുടെ അഡ്മിഷൻ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ സൈലത്തിൽ ഒരു എഡ്യൂ ഫെസ്റ്റ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഡെയിലി ലൈവ് ക്ലാസ്സുകളും DPPസും ഒക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അല്ലേ. PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള PYQs ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ടല്ലേ നമുക്ക് സൈലത്തിനോടൊപ്പം പഠിക്കണം. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സുകളിൽ കാണാം. മാരത്തോൺ ഒക്കെ ഉണ്ട്, എല്ലാവരും കാണാം കേട്ടോ. ഓക്കെ, ബൈ.